വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ. കൗമാരപ്രായത്തിൽ അയാൾ ആസൂത്രണം ചെയ്ത കോടികളുടെ തട്ടിപ്പ് കേരളത്തിൻ്റെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. ടോട്ടൽ ഫോർ യു എന്ന പണമിടപാട് സ്ഥാപനത്തിലൂടെ ശബരിനാഥൻ കോടികൾ നിക്ഷേപമായി സ്വീകരിച്ച് നടത്തിയ തട്ടിപ്പിൻ്റെ ഇരകളായവരിൽ പല പ്രമുഖരുമുണ്ട്. ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരും ബിസിനസ് പ്രമുഖരും ചലച്ചിത്ര താരങ്ങളും കബളിപ്പിക്കപ്പെട്ടു. പരാതി വ്യാപകമായതോടെ 2008 ശബരിനാഥ് അറസ്റ്റിലാകുന്നു. 200 കോടി രൂപയോളം തട്ടിയെടുത്ത കേസിൽ വിചാരണ നടപടികൾ നടക്കുന്നതിനിടെ ശബരി വീണ്ടും തട്ടിപ്പുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ ട്രേഡിങ്ങിനു വേണ്ടി അഭിഭാഷകനിൽ നിന്നും 34 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. സംഭവത്തിൽ വഞ്ചിയൂർ പോലീസ് ശബരിക്കെതിരെ കേസെടുത്തു. അതിനിടെ ടോട്ടൽ ഫോർ യു തട്ടിപ്പിലെ പ്രതി ശബരിനാഥനെ പരിചയമില്ലെന്നും സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ മാത്രമാണ് പങ്കെടുത്തതെന്നും നടി റോമ കോടതിയിൽ മൊഴി നൽകി. ഒരു കാലത്ത് കേരളത്തെ പിടിച്ചുകുലുക്കിയ പ്രമാദമായ കേസായിരുന്നു ടോട്ടൽ ഫോർ യു തട്ടിപ്പ്. ഉന്നത ഉദ്യോഗസ്ഥരും ബിസിനസ് പ്രമുഖരും ചലച്ചിത്ര താരങ്ങളും ജുഡീഷ്യൽ ഓഫീസർമാരും വരെ അന്ന് തട്ടിപ്പിൽപ്പെട്ട് വഞ്ചിതരായി. ആരെയും വെല്ലുന്ന വാക്ചാതുരിയായിരുന്നു ശബരിയുടെ പ്രത്യേകത. കള്ളപ്പണം നിക്ഷേപിച്ചവരിൽ പലരും പോലീസിൽ പരാതിപ്പെടാൻ പോലും തയ്യാറായില്ല. വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ശബരിനാഥിന്റെ തട്ടിപ്പിനെക്കുറിച്ച് കേട്ട് നാട് നടുങ്ങി. ഇയാളുടെ വാക്കുകേട്ട് ലക്ഷങ്ങളും കോടികളും നിക്ഷേപിച്ചവരാണ് തട്ടിപ്പിന് ഇരയായത്. അങ്ങനെ 1000-ലേറെ പേർ കബളിപ്പിക്കപ്പെട്ടു. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ്, ചാലക്കുഴി, സ്റ്റാച്യു, ക്യാപിറ്റൽ ടോൾ ടവേഴ്സ്, പുന്നപുരം എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഐനെസ്റ്റ്, SJR, ടോട്ടൽ സൊല്യൂഷൻസ് എന്നീ സ്ഥാപനങ്ങൾ ആരംഭിച്ചായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം. നിക്ഷേപകർക്ക് 100% വളർച്ചാ നിരക്കും 20% ഏജന്റ് കമ്മീഷനും വാഗ്ദാനം ചെയ്തു. ബിസിനസ് തകർന്നതോടെ 19-ാം വയസ്സിൽ 2008 ഓഗസ്റ്റ് 1 നാഗർകോവിലിൽ വെച്ച് ശബരി അറസ്റ്റിലായി. 2011 മാർച്ചിൽ ജാമ്യത്തിലിറങ്ങി 3 വർഷത്തോളം പോലീസിന് പിടികൊടുക്കാതെ ഒളിവിൽ കഴിഞ്ഞു. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചുമായിരുന്നു അന്വേഷിച്ചിരുന്നത്. ആകെ 33 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 9 എണ്ണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ശബരി വിദേശത്തേക്ക് കടക്കാൻ ശ്രമം നടത്തിയെങ്കിലും പോലീസ് എല്ലാ വിമാനത്താവളങ്ങളിലും മുന്നറിയിപ്പ് നൽകിയത് മൂലം തടസ്സപ്പെട്ടു. നിക്ഷേപകർ വീട്ടിലെത്തി ബഹളം വയ്ക്കുകയും ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെയാണ് ഒടുവിൽ കീഴടങ്ങിയത്. പിന്നീട് ശബരിനാഥ് ജാമ്യത്തിലിറങ്ങി. വർഷങ്ങൾക്ക് ശേഷം ശബരിനാഥിനെതിരെ പുതിയൊരു തട്ടിപ്പ് കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഓൺലൈൻ ട്രേഡിംഗിനു വേണ്ടി അഭിഭാഷകനിൽ നിന്ന് 34 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. സഞ്ജയ് എന്ന അഭിഭാഷകൻ നൽകിയ പരാതിയിൽ വഞ്ചിയൂർ പോലീസാണ് കേസെടുത്തത്. ഓൺലൈൻ ട്രേഡിംഗ് സ്ഥാപനം നടത്തി ലാഭമുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത് എന്നാണ് പരാതി. ബാങ്ക് രേഖകൾ പരിശോധിക്കുകയാണ് എന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ വെച്ചുള്ള പരിചയമാണ് സാമ്പത്തിക ഇടപാടുകളിലേക്ക് നയിച്ചത് എന്നാണ് സൂചന. ഇപ്പോഴും നിരവധി കേസുകളിൽ ശബരി വിചാരണ നേരിടുകയാണ്. അതിനിടെ ടോട്ടൽ ഫോർ യു തട്ടിപ്പ് കേസിൽ നടി റോമ മൊഴി നൽകി. ടോട്ടൽ ഫോർ യു ആൽബം ലോഞ്ചിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തിരുന്നു എന്നാണ് കേസിൽ 179-ാം സാക്ഷിയായ റോമ മൊഴി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിസ്താരം നടക്കുന്നത്. കേസിലെ 1-ാം പ്രതിയും ടോട്ടൽ ഫോർ യു മാനേജിംഗ് ഡയറക്ടറുമായ ശബരിനാഥുമായോ കമ്പനിയിലെ മറ്റ് അംഗങ്ങളുമായോ ഒരു ബന്ധവും ഇല്ല എന്നും ഉദ്ഘാടനം കഴിഞ്ഞ് ഉടൻ മടങ്ങുകയാണുണ്ടായതെന്നും റോമ പറഞ്ഞു.
ന്യൂസ് 18 തിരുവനന്തപുരം.